പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസുകാർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം. വിധിപ്പകർപ്പ് 24 ലഭിച്ചു. മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. FIR രജിസ്റ്റർ ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശവും ഹൈക്കോടതി റദ്ദാക്കി. കേസ് വിശദമായി കേട്ട് മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ കേസിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ കേസെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. 10 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതി അതിൽ കേസെടുക്കാൻ നിർദ്ദേശവും നൽകി. പക്ഷേ അത് ചോദ്യം ചെയ്ത് CI വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വീണ്ടും സമീപിക്കുകയും ഇത് സമ്മർദ്ദത്തിന്റെയും സിംഗിൾ ബെഞ്ചിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇങ്ങനെയൊരു നീക്കം നടന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിലെ ഒരു സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും അത് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ സാങ്കേതികമായും മറ്റും പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ ചില പാളിച്ചകൾ ഉണ്ടായി എന്നും വിലയിരുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇത് റദ്ദാക്കിയത്. അതായത് സിംഗിൾ ബെഞ്ച് പറഞ്ഞ രീതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് പറഞ്ഞ ആ ഉത്തരവും റദ്ദാക്കിയിട്ടുണ്ട്. അതായത് താൽക്കാലിക ആശ്വാസം ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരിക്കുന്നു. ഉചിതമായ തീരുമാനം മജിസ്ട്രേറ്റ് കോടതി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ ഈ ആളുകൾക്ക്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് തങ്ങളുടെ ഭാഗം പറയാനുള്ള അവസരം ഈ ഘട്ടത്തിൽ കിട്ടിയേക്കും എന്നാണ് കരുതുന്നത്. അതൊക്കെ കോടതിയുടെ ഇനിയുള്ള നടപടിക്രമങ്ങളാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി. ഒപ്പം തന്നെ ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം പോലീസിനോട് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഇറക്കിയ ഉത്തരവും ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.